പ്രചാരണം നടത്തി ഇവരെ കുറിച്ച് എനിക്ക് അപ്പുറത്തൊന്നും പറയാനില്ല. ഇനി നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ ഇവർ നമുക്കെതിരെ ജിന്ന് സേവ നടത്തുന്നു എന്ന് പറയാൻ ആയുധമാക്കിയ വിഷയം എന്താണ്? നേരെ സലഫി ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ വിഷയം വീണ്ടും വിശദീകരിക്കുന്നില്ല. ഒന്ന് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞ കാര്യം, സിഹർ ബാധിച്ചു എന്ന് ആരാ പറഞ്ഞത്? ഞാൻ അതിനും കൂടുതൽ തെളിവുകളൊന്നുമില്ല. ഏറ്റവും അടുത്ത കാലത്തെ ശബാബിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. ഇതാ 2006 ജൂലൈ 28. എന്താ ഇതിൽ പറയുന്നത്? പിന്നെ കോയക്കുട്ടി ഫാറൂഖിന്റെ ലേഖനമാണ്. പല്ലുതേപ്പും പ്രകൃതിയരികളും മുറിക്കപ്പെട്ട നഖവും മുടിയും കുഴിച്ചു മുടണമെന്ന് പ്രവാചകൻ കൽപ്പിച്ചു എന്ന ബൈഹഖിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത് ഏറെ ഗുണകരം തന്നെയാണ്. ആഭിചാര വൃത്തിക്കാർ അത് ദുരുപയോഗം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ സിഹറന്മാര് ദുരുപയോഗപ്പെടുത്തുന്നതുകൊണ്ട് മുടി കുഴിച്ചു മുടണം, നഖം കുഴിച്ചു മുടണം. ഇനി ഇതാ 2005 ജനുവരി 21 സിഹറും ഹദീസും. പ്രവാചകൻ സിഹർ ബാധിച്ചതായുള്ള ഹദീസ് ബുഖാരിയിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഈ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ചില പ്രസംഗങ്ങളും കേൾക്കാനിടയായി. ഇതിന്റെ വസ്തുത എന്താണ് വിശദീകരിക്കാമോ? സൂറത്തെ ഖലാസ്, ഫലഖ്, നാസ് എന്നിവയുടെ അവതരണത്തിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ? മറുപടി, സിഹിറിനെ സംബന്ധിച്ച് ഹദീസിൽ മാത്രമല്ല വിശുദ്ധ ഖുർആനിലും പരാമർശമുണ്ട്. 2066 സൂക്തത്തിൽ ഇപ്രകാരം കാണാം എന്നിങ്ങനെ പറഞ്ഞ് മൂസാ നബിയുടെ സംഭവങ്ങൾക്ക് വിശദീകരിച്ചിട്ട് ഖുർആനിലും തെളിവുണ്ട് ഇത് സിഹിർ. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേയുള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ, സുല്ലമിക്കുന്ന ആർക്കാണെങ്കിലും നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷകരമാവാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാൻ ഇടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ. ഇതിപ്പോ അടുത്ത കാലത്ത് ശബാബിൽ വന്നതാ. ഇതിനി ഇ കെ മന്നൂറുള്ള കാലത്താന്ന് പറയണ്ട. 2005 ജനുവരി 21. ഇത്ര ഞാൻ സിഹിറിനെ പറ്റി മറ്റൊന്നും പറയുന്നില്ല. അത്രയും മനസ്സിൽ വിശദീകരിക്കുകയും ചെയ്തു. ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയാമോ? അപ്പോൾ സിഹിറിനെ നിഷേധിച്ച് സിഹിറുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നിഷേധിച്ച്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരുപാട് ഹദീസുകളെ തള്ളിയ കൂട്ടത്തിൽ സിഹിറുമായി ബന്ധപ്പെട്ട ഹദീസുകളെ, ബുഖാരിയിലും മുസ്ലിമിലും ഉൾപ്പെടെയുള്ള ഹദീസുകളെ പോലും തള്ളി ഹദീസ് നിഷേധ ചിന്താഗതി വെച്ചു പുലർത്തുന്ന ഒരു സംഘത്തെ വാർത്തെടുക്കുന്ന ഈ ആളുകൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വല്ല ആത്മാർത്ഥതയുണ്ടോ? നേരത്തെ ഇവിടെ MI മുഹമ്മദ് അലി സുലമി വിദേശത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയ ഈ വിശാലമായ കത്തിനെ സംബന്ധിച്ച് സലഫി ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ഞാനതുകൊണ്ട് വീണ്ടും ആ വിഷയം ആവർത്തിക്കണമെന്ന് വിചാരിക്കുന്നില്ല. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് എന്താണ്? ഇതിൽ അദ്ദേഹം ചില നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന KNM അത് സലഫി ചിന്താഗതി ഉൾക്കൊള്ളുന്നവരല്ല. പല തെളിവുകൾ നിരത്തിയ കൂട്ടത്തിൽ നേരത്തെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ഇൻകാറുഹും ലിഹഖീഖത്തി സിഹർ, അവർ സിഹിറിന്റെ യാഥാർത്ഥ്യം നിഷേധിക്കുന്നവരാണ്. അത് തർക്കമില്ല. സിഹിറിന്റെ യാഥാർത്ഥ്യം അംഗീകരിച്ചതിന്റെ പേരിൽ ഇവര് ജിന്നു സേവ നടത്തുന്നു എന്ന മറ്റൊരു ആരോപണം നടത്തിയ ആളുകൾ. അതേപോലെ തന്നെ വളരെ കൃത്യമായി 2ാമത്തെ വചനത്തിൽ ഇതിൽ പറയുന്നു, ഇവർ ഖുർആനിൽ ലസ്സായി വന്ന വിഷയങ്ങളെ പോലും നിരാകരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ ജിന്ന് ബാധിക്കുന്നതിനെയും അതേപോലെ തന്നെ മറ്റു വിഷയങ്ങളെയും ഒക്കെ നിഷേധിച്ചുകൊണ്ട് അൽമനാറിൽ 1986 ഫെബ്രുവരി ലക്കത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ആര്? AP അബ്ദുൽ ഖാദർ മൗലവി. അതുകൊണ്ട് ഇവർ സലഫികളുടെ വിശ്വാസം മുഴുവൻ എതിർത്തുകൊണ്ട് മുഅ്തസിലി വിശ്വാസം അവലംബിക്കുന്നവരാണ് എന്നാണ് നമ്മെക്കുറിച്ച് പരാതി. ഞാൻ ഇതിപ്പോ വായിച്ചത്, സലഫി ഇതിന്റെ വിശദീകരണം പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇത് വായിച്ചെന്തിനാണെന്നറിയോ? ഒരു കാര്യം ഇതിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വിഘടിതരുടെ പണ്ഡിത വിഭാഗത്തിനു വേണ്ടി എന്താ വ്യക്തമാക്കിയത്? ജിന്നുബാധയെയും സിഹിറിനെയും നിഷേധിക്കുന്നത് അത് ഖുർആനിന് വിരുദ്ധമാണ്, സലഫികളുടെ നിലപാടിന് വിരുദ്ധമാണ്. അതേപോലെ തന്നെ അത് മുഅ്തസിലിയാക്കളുടെ വിശ്വാസമാണ്. സലഫികൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായി മുഅ്തസിലിയാക്കളുടെ വിശ്വാസമാണ്. ഇതന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടോ ആ ലേഖനം ആരുതാ? അൽമനാറിൽ വന്ന ആ ലേഖനം അബ്ദുസ്സലാം സുലമിയുടേതാണ്. നിഷേധിക്കാൻ കഴിയുമോ ഇവർക്ക്? എങ്കിൽ ഇതാ അബ്ദുസ്സലാം സുലമി തന്നെ മറുപടി പറയുന്നത് കേൾക്കുക. നിങ്ങളെന്നെ ഹദീസ് പണ്ഡിതൻ വിളിക്കുന്നത് തീരെ ഉൽപ്പതിക്കുന്നതാണ്. മനുഷ്യന്മാരെ വിളിക്കുന്നത് ഞാനെന്താണ് ചെയ്യുക? എന്നിട്ട് ഞാൻ ഹദീസ് പണ്ഡിതൻ മുഹദ്ദീസാണ്, ചമഞ്ഞ് നടക്കുന്നവരാണ്. അങ്ങനത്തെ എന്നെ മർഹൂം KP മുഹമ്മദ് മൗലവി അൽമനാറിൽ വരെ ചോദ്യത്തിൽ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കുക. ഒന്നും അറിയാത്ത വ്യക്തിയാണെങ്കിൽ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ യാഥാർത്ഥ്യം എന്താണ്? എന്നാ ഞാൻ കുട്ടിത്തിരിയതാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് വരെ തിരിച്ചു കൊടുത്തില്ല? അപ്പോൾ നിങ്ങൾ തന്നെ കേട്ടുകൊണ്ട് അദ്ദേഹം തന്നെ എഴുതിയ ലേഖനം. അപ്പൊ അബ്ദുസ്സലാം സുലമി എഴുതിയ സലഫി ആശയങ്ങൾക്ക് വിരുദ്ധമായ ഒരു ലേഖനം
അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് AP അബ്ദുൽ ഖാദർ മൗലവിക്കും കേരള നദുവത്തുൽ മുജാഹിദിനും ചാർജ്. അത് മുഅ്തസിലി വിശ്വാസം പ്രചരിപ്പിക്കുന്നു. അപ്പൊ ഏതായാലും സലാം സുല്ലമിന്റേത് മുഅ്തസിലി വിശ്വാസമാണെന്ന് അവരുടെ തൂലികയിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരാണെന്ന് ബോധ്യപ്പെടുത്തിയല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ വിഷയം നിങ്ങളെ ശ്രദ്ധിപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി അല്ലെങ്കിലും MI മുഹമ്മദ് അലി സുല്ലമി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സുല്ലമിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നതിലാണ് നമുക്ക് വിഷമമുണ്ടായത്. എന്നും ഇബ്നു സബഈന്റെ പണിയാണ് എടുത്തിട്ടുള്ളത്. എത്രയോ, ഞാൻ വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. അതെ, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച അദ്ദേഹം പുറത്ത് ജിന്ന് സിഹ്ർ ജ്യോത്സ്യം എന്ന് പറയുന്ന പുസ്തകം, അദ്ദേഹം ഫദലുല്ലാ അൻവരിയുടെ പേരിൽ കൃത്രിമമായ ഒരു നാടകം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേരത്തെ പല രൂപത്തിൽ വിശദീകരിച്ചതായിട്ടുള്ള ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ നോക്കൂ. മലയാള ഭാഷയിൽ ഇതിന്റെ പരിഭാഷ പ്രസിദ്ധീകരിക്കുവാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തി എന്റെ അധ്യാപകനും സഹപ്രവർത്തകനുമായിരുന്ന ജനാബ് MI മുഹമ്മദ് അലി സുല്ലമിയാണ്. അദ്ദേഹം ഇതിന്റെ പരിഭാഷ മലയാളത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുകയും അതിനുവേണ്ട സഹകരണങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. യഥാർത്ഥത്തിൽ നേരത്തെ ജിന്നുബാധയെക്കുറിച്ചും അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടി കുനിയിൽ കോളേജിൽ വെച്ച് ലേഖനം തയ്യാറാക്കിയത് MI മുഹമ്മദ് അലി സുല്ലമിയാണ് എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മളെക്കുറിച്ച് ഒരു ആരോപണം, എന്താ ആരോപണം കേട്ടോളൂ, നമ്മൾ അറബിപ്പണത്തിന് വേണ്ടിയാണ് ഈ തോന്നിയാസൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ജിന്ന് സേവയിലേക്ക് കൊണ്ടുപോകുന്നത്, അതേപോലെ ജിന്ന് സിഹ്ർ വിഷയങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുന്നത് അറബിപ്പണത്തിന് വേണ്ടിയിട്ടാണ്. അന്ന് നമുക്ക് നേരെ ആദർശ വ്യതിയാനം ആരോപിച്ചു വന്നിരിക്കുന്ന ആളുകളെ കുറിച്ച് ഞങ്ങൾ അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാ ഈ ആളുകൾ ഇതേ അറബികളിൽ നിന്ന് ഇനിയും പണം സമ്പാദിക്കുവാൻ, ഇനിയും ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുവാൻ, ആവശ്യത്തിനും അനാവശ്യത്തിനും പണം ഒടുക്കുവാൻ, പണമൊടുക്കി ആളുകളെ പ്രീണിപ്പിക്കുവാൻ അവർ കൊണ്ടുകൊടുക്കുന്ന ഏതു ജീർണതകളും ഏതു അന്ധവിശ്വാസങ്ങളും ഏതു അനാചാരങ്ങളും ഇസ്ലാമിന്റെ പേരിൽ കേരളക്കരയിൽ ഇറക്കുമതി ചെയ്യും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു വെച്ചിരുന്നു. ഇതാ ഇറങ്ങി തുടങ്ങി. അതിന്റെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം മാത്രമാണ് ജിന്നുബാധയും സിഹിർബാധയും. അപ്പോ ദീനാറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജിന്നുകൾ ഇറക്കാൻ തുടങ്ങി അല്ലേ? അങ്ങനെയാണെങ്കിൽ മർക്കസുൽ ദഅവയിൽ എത്ര കെട്ട് ദീനാറുണ്ടെന്നും അത് എത്ര ഷെൽഫുകൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയണം. ഞാൻ പറഞ്ഞില്ലേ, ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് യുവതയാണ്. പ്രാർത്ഥന തൗഹീദ് എന്നീ ചോദ്യോത്തരങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകത്തിന്റെ 103-ാമത്തെ പേജ് ഞാൻ പറഞ്ഞു. എത്ര ദീനാറാണ് അതിന്റെ പേരിൽ നിങ്ങൾ അടുക്കി വെച്ചത് എന്ന് പറയുക. MI മുഹമ്മദ് അലി സുല്ലമിയുടെ പ്രേരണയാൽ അദ്ദേഹം വിവർത്തനം ചെയ്ത് മറ്റൊരാളുടെ പേരിൽ പുറത്തിറക്കിയ ജിന്ന് സിഹ്ർ ജ്യോത്സ്യം എന്ന പുസ്തകം, അതിന്റെ